ഒരാഴ്ച കൊണ്ടാണ് 1 കിലോ കോഴിയുടെ വില 200 ആയത്. കുറച്ച് ആഴ്ചകളായി 140-ന് മുകളിലായിരുന്നു വില. കോഴിത്തീറ്റയുടെ വിലവർധനവും ജലക്ഷാമവുമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വിലവർധനയ്ക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ അതാണ് കാരണം. പിന്നെ ഫീഡിനെല്ലാം വില കൂടിക്കൊണ്ടൊക്കെയാണ്, ചിക്സിന് വില കൂടിക്കൊണ്ടൊക്കെയാണ്, വില ഇനിയും കൂടാനാണ് സാധ്യത. തൊഴിലാളികളുടെ കൂലിയും കോഴിത്തീറ്റയുടെ വിലവർധനവും മൂലം കേരളത്തിലെ ഭൂരിഭാഗം ഫാമുകളും പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കോഴികൾ മാർക്കറ്റിൽ ലഭ്യമല്ല. കർണാടകം, ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴികൾ കൊണ്ടുവരുന്നത് പ്രായോഗികവുമല്ല. പിടിച്ചു നിൽക്കാനാവാതെ തമിഴ്നാട്ടിലും പലരും ഫാമുകൾ നിർത്തുന്നുണ്ട്. ബ്രോയിലറിന് പുറമെ മറ്റിനം കോഴികൾക്കും വിലയേറിയിട്ടുണ്ട്. സ്പ്രിംഗ് എന്ന ചെറിയ കോഴിയുടെ വില 240 വിലയേറിയതോടെ കച്ചവടം കുറയുകയാണ്. ഈ നില തുടർന്നാൽ കട അടച്ചിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. മീഡിയ 1 കോഴിക്കോട്.